ഫെബ്രുവരി 25 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ടെറാസ്യൂസ്, വിശുദ്ധ അദൽത്രൂദിസ്, വിശുദ്ധ അനാനിയസ്, വിശുദ്ധ അവർത്താനൂസ്. വിശുദ്ധ ഡെറാസിയസ്. 806 കാലഘട്ടത്തിലാണ് വിശുദ്ധ ഡെറാസിയസ് ജീവിച്ചിരുന്നത്. 8-ാം ശതാബ്ദത്തിൻ്റെ മധ്യത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിൽ ഒരു കുലീന കുടുംബത്തിൽ ഡെറാസ്യൂസ് ഭൂജാതനായി. അവൻ്റെ അമ്മ യുക്രേഷ്യ മകനെ സുഹൃതവാനായി വളർത്തിക്കൊണ്ടുവന്നു. ചീത്ത കൂട്ടുകെട്ടുകൾ വർജിക്കുവാൻ പ്രത്യേകിച്ചും അമ്മ നിഷ്കർഷിച്ചിരുന്നു. സാമർത്ഥ്യവും സ്വഭാവഗുണവും കൊണ്ട് അവൻ എല്ലാവരുടെയും ബഹുമാനം സമാർജിക്കുകയും പ്രോ കോൺസുളായി ഉയർത്തപ്പെടുകയും ചെയ്തു. താമസിയാതെ അദ്ദേഹം സ്റ്റേറ്റ് സെക്രട്ടറിയായി നിയമിതനായി. കൊട്ടാരത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളുടെയും ഇടയ്ക്ക് ടെറാസ്യൂസ് ഒരു സന്യാസിയെ പോലെയാണ് ജീവിതം നയിച്ചിരുന്നത്. അക്കാലത്ത് കോൺസ്റ്റാന്റിനോപ്പിളിലെ പേട്രിയാർക്ക് പോൾ രാജിവെച്ച് സന്യാസം ആശ്ലേഷിച്ചിരുന്നതിനാൽ പേട്രിയാർക്ക് സ്ഥാനത്തേക്ക് വൈദികരും അൽമായരും ചേർന്ന് ഏകകണ്ഠമായി ഡെറാസ്യൂസിനെ തിരഞ്ഞെടുത്തു. പ്രതിമാ വണക്കത്തെപ്പറ്റിയുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ സഭയുടെ നിലപാട് തനിക്ക് സ്വീകാര്യമല്ലെന്നും തന്നിമിത്തം ഒരു സുന്നഹദോസ് വിളിച്ചുകൂട്ടി ആ തെറ്റ് തിരുത്തുകയാണെങ്കിൽ മാത്രമേ പേട്രിയാർക്ക് സ്ഥാനം താൻ സ്വീകരിക്കുകയുള്ളൂവെന്നും ഡെറാസ്യൂസ് നിർബന്ധം പിടിച്ചു. അതിന് ജനം സമ്മതിക്കുകയും ഡെറാസ്യൂസ് പേട്രിയാർക്ക് സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. 786 ഓഗസ്റ്റ് 1-ാം തീയതി പേപ്പൽ പ്രതിനിധികളുടെ അധ്യക്ഷതയിൽ പൊതു സുന്നഹദോസ് ചേർന്നു. വിഗ്രഹഭഞ്ജകരുടെ ശല്യനിമിത്തം പിറ്റേ കൊല്ലത്തേക്ക് മാറ്റിവെച്ച സമ്മേളനം യഥാവിധി നടത്തുകയും ചെയ്തു. ആപേക്ഷികമായ വണക്കം പ്രതിമകൾക്ക് നൽകാം എന്നതാണ് കത്തോലിക്ക വിശ്വാസം. സുന്നഹദോസ് അംഗീകരിച്ചത്. പേട്രിയാർക്കിൻ്റെ ജീവിതം വൈദികർക്കും ജനങ്ങൾക്കും ഒരു മാതൃകയായിരുന്നു. ലളിതമായ ഭക്ഷണം കൊണ്ട് അദ്ദേഹം തൃപ്തിപ്പെട്ടു. പ്രാർത്ഥനയും ജ്ഞാനവായനയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒഴിവു സമയത്തെ പരിപാടി. ചക്രവർത്തി തൻ്റെ ഭാര്യ മേരിയെ ഉപേക്ഷിച്ച് ഭാര്യാസഖിയെ വിവാഹം കഴിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും പേട്രിയാർക്ക് ഈ അകൃത്യം അംഗീകരിച്ചില്ല. തന്നിമിത്തം അദ്ദേഹം വളരെ മർദ്ദനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അവയെല്ലാം ദൈവത്തെ പ്രതി സഹിച്ച് 806 ഫെബ്രുവരി 25-ാം തീയതി വിശുദ്ധ പേട്രിയാർക്ക് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഇന്നേ ദിവസം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം: വിഭവസമൃദ്ധമായ കപ്പലുകളാണ് കള്ളന്മാർ ആക്രമിക്കുന്നത്. പ്രാർത്ഥനയും ഉപവാസവും വിരക്തിയും വഴി ആത്മീയ സമ്പത്ത് നേടിയിട്ടുള്ളവർ വമ്പിച്ച പ്രലോഭനങ്ങൾക്ക് വിധേയരാകും. അവർ എപ്പോഴും സൂക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട്. വിശുദ്ധ ഡെറാസ്യൂസെ, ലോകത്ത് വേദനിക്കുന്ന ഓരോ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.